ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. തോൽവി നേതാക്കളും നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടി എന്നാണ് പ്രാദേശിക നേതാക്കളുടെ വിലയിരുത്തൽ. മണ്ഡലം കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കടുത്ത വിമർശനമുള്ളത്. സുനിൽ അരുമാനൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, പ്രതീക്ഷിച്ച തോൽവി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രാദേശിക നേതാക്കളുടെ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വലിയ വിമർശനം തുടക്കം മുതൽ തന്നെ ചേലക്കരയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനാർത്ഥിത്വവും വി ഡി സതീശന്റെയും കെ സുധാകരൻ അടക്കമുള്ളവരുടെ പിടിവാശിയുമാണ് ചേലക്കരയിൽ ചോദിച്ചു വാങ്ങിയ പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തലാണോ പ്രാദേശിക തലത്തിൽ നടക്കുന്നത്? കാവ്യ, ആദ്യം മുതൽ തന്നെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയെ ആക്കിയ സമയം മുതൽ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള എതിർപ്പാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ എതിർപ്പൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയത്. പക്ഷെ അതിന്റെ കൃത്യമായ ഒരു പൊട്ടിത്തെറിയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിലുള്ള അമർഷവും പൊട്ടിത്തെറിയും വിമർശനവുമാണ് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെയും ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുകയാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നേതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം രമ്യ ഹരിദാസ് നേരത്തെ തന്നെ എം പി ആയിരുന്ന സമയത്ത്, ആലത്തൂർ എം പി ആയിരുന്ന സമയത്ത് മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വമോ എം പി എന്ന നിലയിൽ സമീപിക്കുമ്പോൾ പോലും നിഷേധാത്മകരമായ നിലപാടാണ് രമ്യ ഹരിദാസ് സ്വീകരിച്ചത്. അതിനൊക്കെ ഏറ്റ ശക്തമായിട്ടുള്ള തിരിച്ചടി ചേലക്കരയിലെ ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് കോൺഗ്രസിന്റെ പരാജയമെന്നാണ് ഇതിനകത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയിൽ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രമ്യ ഹരിദാസ് ഈ പരാജയം കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ അടിയാണ്. ഇത് കുറച്ചുകൂടെ കോൺഗ്രസ് നേതൃത്വം ചേലക്കരയുടെ സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമായിരുന്നു, കൃത്യമായ ഇടപെടൽ നടത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതില്ലാതെ പോയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. പക്ഷെ ചേലക്കരയിൽ തുടക്കം മുതൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്ന ഒരു പ്രതികരണവും ഈ പ്രാദേശിക നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം അത് ഫലം കണ്ടില്ല. സ്ഥാനാർത്ഥിയുടെ ജനങ്ങളുമായുള്ള ഇടപെടൽ അത് പൂർണ്ണതോതിൽ ഫലം കണ്ടില്ല എന്നതടക്കമുള്ള വിമർശനം വരുമ്പോൾ കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ ചേലക്കരയിൽ ഇനി പോകുമോ? തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള പരസ്യ പ്രതിഷേധത്തിനായിരിക്കും ഇത്തരം കൂട്ടായ്മകളുടെ വിമർശനങ്ങൾ വഴിവെക്കുക. കാരണം നേരത്തെ തന്നെ, കാരണം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് വോട്ടർമാരെ നേരിൽ കാണുന്നതും അവരുടെ റിയാക്ഷൻസ് മനസ്സിലാക്കുന്നതും അവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കാത്ത തരത്തിലുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയതാണ്. ചേലക്കരയിൽ സുനിശ്ചിത വിജയം കോൺഗ്രസിന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ പോലും അത് ഇല്ലാതെ വന്ന ഒരു സാഹചര്യമാണ്. കാരണം ചേലക്കരയിൽ എം പി ആയിരുന്ന സമയത്ത് സുനിൽ അരുമാനൂർ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ചേലക്കരയിൽ UDF ഏറ്റുവാങ്ങിയ കനത്ത പരാജയത്തിൽ ഇപ്പോൾ പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെയും ഒപ്പം UDF സ്ഥാനാർത്ഥിയെയും കുറ്റപ്പെടുത്തുന്ന നിലയിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ ഈ ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ചേലക്കരയിലെ കോൺഗ്രസ് നേതാക്കൾ, ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഈ നിലയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.